നമസ്കാരം, എൻ്റെ പേര് അൻഷാദ് എന്നാണ്. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജിൽ ക്യാൻസർ സെൻ്ററിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഓങ്കോളജി ICUയുടെ മുന്നിലാണ്. രേണുസുതി നിലവിൽ ICUവിൽ അഡ്മിറ്റാണ്, ശരിയാണ്. പക്ഷേ രേണുവിൻ്റെ സുഹൃത്തുക്കളെന്ന് പറയുന്ന ചില ആളുകളുടെ വീഡിയോസൊക്കെ കാണാനിട വന്നു. രേണു അത്യാസന്ന നിലയിലാണ് എന്ന്. ശരിക്കും അങ്ങനെയൊന്നുമല്ല കാര്യം. ബ്ലഡിലെ കൗണ്ടിൻ്റെ ഇഷ്യൂ ആയിട്ട് അവളെ രാവിലെ വന്നപ്പോൾ ഇവിടെ വാർഡിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ICUവിലേക്ക് ആക്കിയതാണ്. ബ്ലഡിൽ കൗണ്ടിൻ്റെ വ്യത്യാസമുണ്ട്, അല്ലാതെ അവൾക്കൊരു അത്യാസന്ന നിലയിലുമല്ല. എല്ലാവരും പ്രാർത്ഥനകൾ ആവശ്യമുണ്ട്. അവൾ എന്താ പറയുക, അത്യാസന്ന നിലയിൽ എത്തുന്ന ഒരവസ്ഥയിലൊന്നും അല്ല അവളുള്ളത്. കുറച്ച് സമയം ICUവിൽ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. മേ ബി കൗണ്ട് കറക്റ്റ് ആവുകയാണെങ്കിൽ ഇന്നോ നാളെയൊക്കെ തന്നെയായിട്ട് ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ രേണു അത്യാസന്ന നിലയിലല്ല, തീർച്ചയായിട്ടും രേണു അത്യാസന്ന നിലയിലാണ്, മരണശയ്യയിലാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും വരുത്താതിരിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ ഒരു പഴഞ്ചൊല്ലില്ലേ, പണത്തിന് മീതെ പരുന്തും പറക്കില്ലെന്ന്. പണമുണ്ടാവണമെങ്കിൽ റീച്ച് വേണം, റീച്ച് ഉണ്ടാവണമെങ്കിൽ വ്യൂസ് വേണം. ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് പറയാൻ തോന്നിയത്, വ്യൂസിനും പണത്തിനും വേണ്ടി സ്വന്തം സുഹൃത്തിനെ വിൽക്കുന്ന ഇങ്ങനെയുള്ള കപട സുഹൃത്തുക്കളിൽ നിന്ന് ദൈവം എല്ലാവരെയും രക്ഷിക്കട്ടെ. അതീവ ഗുരുതരാവസ്ഥയിലെന്ന് പോസ്റ്റർ വരെ അടിച്ചിറക്കിയ സുഹൃത്തുക്കളുണ്ട്, അത് ഷെയർ ചെയ്ത സുഹൃത്തുക്കളുണ്ട്. എന്തിനാണ്? വ്യൂസും റീച്ചും ഒക്കെ കിട്ടി പണം സമ്പാദിക്കാൻ വേണ്ടി. ഇതേ സുഹൃത്തുക്കള് മുന്നേ ഇവര് കാണിക്കുന്ന കോപ്രായങ്ങൾക്കെതിരെ വീഡിയോ ചെയ്ത പലരെയും അടച്ചാക്ഷേപിച്ചും തെറി വിളിച്ചും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വ്യക്തികൾ തന്നെയാണ് ഇപ്പം എന്താണ് അതീവ ഗുരുതരാവസ്ഥയിൽ രേണുസുതി ICUവിൽ കിടക്കുന്നു എന്നുള്ള രീതിയിൽ വാർത്ത പ്രചരിപ്പിക്കുന്നത്. ഇവരെയൊക്കെ എന്താ പറയേണ്ടത് എനിക്കറിഞ്ഞൂടാ. എന്ത് പറഞ്ഞാലും അത് കുറഞ്ഞു പോകില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ എനിക്ക് എന്തും പറയാൻ അറിയത്തില്ല. എന്തും പറയുന്നവരൊക്കെ ഇവരെ കൂട്ടത്തിലുണ്ട്, ആരെയും എന്തും പറയുന്നവർ ഇവരെ കൂട്ടത്തിലുണ്ട്. പക്ഷെ എനിക്ക് അതിന് സാധിക്കത്തില്ല. നമുക്ക് നമ്മളുടേതായൊരു സ്റ്റാൻഡേർഡ് ഇല്ലേ? അപ്പൊ ഇത്തരത്തില് വ്യാജ വാർത്തകൾ പടച്ചുണ്ടാക്കി വിടുന്നത് ഒരു ക്രൂരതയാണ്. അത് മാത്രം ഓർക്കുക. ഓക്കെ.